സ്വാസിക, ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. അപ്പം എന്തായാലും സിനിമ വലിയൊരു ഹിറ്റ് ആവട്ടെ. തമിഴിൽ ചെയ്ത കഥാപാത്രങ്ങളിൽ നോക്കുമ്പോൾ വളരെയധികം ഡെപ്തുള്ള കഥാപാത്രങ്ങളാണ്. അത്രത്തോളം കേരളത്തിൽ ഇറങ്ങിയപ്പോഴും അത്രത്തോളം റീച്ചായി. മലയാളത്തിൽ ചെയ്ത കഥാപാത്രങ്ങൾ അത്രയും എന്താ പറയാ ആളുകളിലേക്ക് അത്രത്തോളം എത്തിയില്ല. എപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് മലയാളത്തിൽ കിട്ടാത്ത റെക്കഗ്നൈസേഷൻ തമിഴിലേക്ക് കിട്ടുന്നുണ്ട് എന്നൊരു ഇങ്ങനെ ചില സമയത്ത് നമുക്ക് തോന്നും മലയാളത്തില് ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ. ബാക്ക് ടു ബാക്ക് മൂവീസ് ഒന്നും അങ്ങനെ എനിക്ക് കിട്ടുന്നില്ലല്ലോ. കുറെ വർഷമായി എപ്പോഴെങ്കിലും ഒക്കെ ഒരു നല്ല മൂവി സംഭവിക്കാറുണ്ട്. ഇപ്പൊ തമിഴിൽ ഞാൻ ചെയ്ത മൂവീസിന്റെ അങ്ങനത്തെ ഒരു പെർഫോമൻസ് സ്പേസ് ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാല്യൂ ഉള്ള സിനിമകൾ എനിക്ക് വളരെ കുറച്ചാണ് കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ പൊറിഞ്ചുമറിയും ജോസ്, വാസന്തി, ചതുരം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അതല്ലാതെ എല്ലാം. അപ്പൊ അങ്ങനെ ചില സമയത്ത് ആലോചിക്കും, അയ്യോ എന്തുകൊണ്ടായിരിക്കും. ഇപ്പൊ തന്നെ ഞാൻ 1 വർഷത്തിൽ കൂടുതലായി ഒരു മലയാള സിനിമ കമ്മിറ്റ് ചെയ്തിട്ടും അഭിനയിച്ചിട്ടും ഒക്കെ. അപ്പം ആലോചിക്കും എന്താ റീസൺ എന്താ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, എന്താന്ന് എനിക്കും അറിയില്ല. പക്ഷെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും. അപ്പം ശരി, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കണം. ഇപ്പൊ സന്തോഷമാണ്. ഇപ്പൊ നമ്മള് തമിഴിൽ ചെയ്യുന്നു, നമ്മളുടെ ആഗ്രഹം സാധിക്കുന്നുണ്ടല്ലോ. എവിടെയാണെങ്കിലും നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെയായിരുന്നു. അത്രയും സ്വീറ്റ് ആണ് സാറ്. ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, സെറ്റിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഓരോ ഷോട്ട് കഴിയുമ്പോഴും ആ ഷോട്ട് നന്നായിരുന്നു എന്ന് വന്ന് പറയാനുള്ള ഒരു സമയം അദ്ദേഹം കണ്ടെത്തും. അത് അന്നത്തെ ദിവസം പറയാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഓർത്ത് വെച്ചിട്ട് പറയും. അപ്പം അങ്ങനെ ഓരോ ദിവസവും ഈ 32-40 ദിവസം നമ്മൾ അഭിനയിച്ചു. ഈ 40 ദിവസവും നമ്മുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ അത് ചെയ്ത് നന്നായി, ആ സീൻ നന്നായി, അങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഊർജ്ജമാണ്. അപ്പൊ അങ്ങനെ ഒരു കോ സ്റ്റാറിന്റെ കൂടെ വർക്ക് ചെയ്ത സന്തോഷം. പിന്നെ സാറിന്റെ ലൈഫ് തന്നെ നല്ലൊരു ഒരു പാഠമാണ് നമുക്ക്. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ആഗ്രഹത്തിന് ഫോളോ ചെയ്യുക. അതിനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് സാറിന്റെ ലൈഫ് തന്നെ. അപ്പൊ അത് വഴിയെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഓരോരോ കഥകളിലൂടെയും സിനിമയിലൂടെയും. സോ അത്രയും നല്ല ഒരു വ്യക്തിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. സാറ് മാത്രമല്ല കേട്ടോ, ഇപ്പം അതിൽ അഭിനയിച്ച എല്ലാവരുടെയും കൂടെ കുറെ സീനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ട്. JP സാറ്, രാജ്കിരൺ സാറ്. സോ എല്ലാവരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഐഷുവും ഞാനും ഞങ്ങൾ സെയിം അല്ലെങ്കിൽ വൈബ് അങ്ങനെയാണെങ്കിൽ പോലും ഐഷുവിന്റെ കൂടെ കുമാരിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് പോലെ അല്ല എനിക്ക് ഇതിൽ കുറച്ചും കൂടി ഐഷു ആ ഇമോഷൻസിനെ, ആ പ്രോസസ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ നമുക്കും ഒരു ലേണിംഗ് പ്രോസസ് തന്നെയാണ്. എങ്ങനെയായിരിക്കും ഒരു സെറ്റില് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ. അപ്പൊ ഓരോ പ്രാവശ്യം എല്ലാവരും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെല്ലാം കണ്ട് മനസ്സിലാക്കി നല്ല രസമുള്ള ഒരു 40 ദിവസത്തെ വർക്കായിരുന്നു. ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു സിനിമ പോലെ തന്നെ. അപ്പം ഹാപ്പിയാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.